മൂന്നാം ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അതേസമയം രാഹുലിനെ സഭാ സാമാജിക സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയേക്കും എന്നാണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പറയും, ഈ പ്രൊസീജിയേഴ്സ് എവിടെ എത്തി നിൽക്കുകയാണ്? എത്തിക്സ് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ഒപ്പം മറ്റ് വിശദാംശങ്ങൾ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകാൻ സാധ്യതയുള്ളത്? ശ്യാം, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കുക. മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ, തിരുവല്ലയിലെ വീട്ടിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് കോടതി അവധിയായതിനാലാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നത്, എത്തിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 3 ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്നു. കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ഇനി ചോദിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണം കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചില്ല എന്നാണ് ഈ SIT പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ്, നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉള്ള ലാപ്ടോപ്പ് അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി സാങ്കേതികമായിട്ടുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് തുടർന്നൊരു അന്വേഷണത്തേക്ക് നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം തുടർന്ന് പിന്നീട് വീണ്ടും ഈ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പരാതിക്കാരി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുവാനുള്ള, രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനായി ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ വിദേശത്താണ് അതിജീവിത താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംബസി വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയോ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണം നടത്തുന്ന 3ാമത്തെ കേസാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ തെളിവുകളുള്ളതും തെളിവുകൾ സഹിതം പറഞ്ഞിരിക്കുന്നതും അടക്കമുള്ള കേസുകൾ ഈ 3ാമത്തെ കേസാണ്. ലൈംഗികാരോപണം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ നടത്തി സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യം കൂടി ഈ കേസിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കിക്കൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു നിലയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ സാമാജികത്വം റദ്ദാക്കണമെന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നു. കാരണം ഇത്തരത്തിൽ സാമാജികനായിരുന്ന ഒരാളുടെ പേരിൽ ഒന്നിലധികം കേസുകൾ ഉണ്ടാകുന്നു. അതും സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അത് തുടർ കഥയായിട്ട് ഇങ്ങനെ കേസുകൾ വരുന്ന സാഹചര്യത്തിൽ ഒരു സാമാജികനായി തുടരാനുള്ള യോഗ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഈ കേസിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമസഭാ സാമാജികത്വം റദ്ദാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇതിന്മേൽ സ്പീക്കർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണുന്നത്. തീർച്ചയായും ഇതിന് പ്രോട്ടോകോൾ പ്രൊസീജിയർ അനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രശാന്ത്, താങ്ക് യു സോ മച്ച്.